അതായത് നിങ്ങൾക്ക് ഇപ്പം കറൻ്റ്ലി ഈ നിങ്ങളിപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നില്ല ഓൺലൈനിൽ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എങ്ങനെ ഇതാക്കാം എന്നുള്ള സെർച്ച് ചെയ്യുന്നതിൽ ഏറ്റവും ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഓക്കെ, മേ ബി നിങ്ങൾ ഈ ഒരു തംബ്നെയിൽ കണ്ടിട്ട് വണ്ടർ അടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും, എന്താ ഇപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടുന്നൊരു ഓഫറാണ് ഇത്, മേ ബി ക്ലിക്ക് ബൈറ്റ് കൊടുത്തായിരിക്കും, അങ്ങനെ ഫുള്ള് വണ്ടർ അടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ വണ്ടർ അടിച്ചിട്ട് നിൽക്കുന്നവർ ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാനുള്ള മനസ്സ് വെച്ചാൽ മാത്രം മതി. ഞാൻ ചുമ്മാ ഒരു തംബ്നെയിൽ ക്ലിക്ക് ബൈറ്റ് കൊടുത്ത് ചുമ്മാ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, ഇത് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു കണ്ടൻറ്റ് യൂട്യൂബർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടൻറ്റ് ഞാൻ പറയാൻ പോകുന്ന സംഭവം മലയാളത്തിൽ ഒരു യൂട്യൂബറും ചെയ്തിട്ടുണ്ട്, അല്ല ഞാൻ ഷുവറായിട്ടും എഴുതിത്തരാം. ഓക്കെ, നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട്, ഓക്കെ, അതിപ്പോൾ ഒരു 5 ഡിജിറ്റിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ. സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ആ ഒരു സംഭവം മാത്രമേ നിങ്ങൾ ചെയ്താൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളിപ്പം +2 പഠിക്കുന്നൊരു കുട്ടിയാണോ, അതോ ലൈക്ക് +2 കഴിഞ്ഞൊരു കുട്ടിയാണോ, കോളേജ് സ്റ്റുഡൻറ്റ്, എന്തോ ആവട്ടെ, വീഡിയോ മുഴുവനായിട്ട് കാണുക. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ, അതായത് ഞാൻ ഈ വീഡിയോ ഇടുന്ന അന്ന് മുതൽ ഒരു 4 മാസം നിങ്ങൾ കറക്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, വർക്ക് എന്ന് പറയാനില്ല, ഓക്കെ, വലിയ എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിവിടെ എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ, നിങ്ങൾ നല്ലൊരു എഫേർട്ട് ഇടുക, ലൈക്ക് നിങ്ങൾ നല്ല എഫേർട്ടിൻ്റെ ആവശ്യമില്ലെങ്കിലും നിങ്ങൾ മാക്സിമം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 മാസത്തിന് ശേഷം തന്നെ ഒരു ബാക്കിയുള്ളൊരു 6 മാസമൊക്കെ നിങ്ങൾക്ക് ലക്ഷപ്രഭു ആവാം. സീരിയസ്ലി, ഞാൻ ചുമ്മാ ഡയലോഗ് അടിക്കുന്നതോ ചുമ്മാ നിങ്ങളെ പറയുന്നതോ അല്ല. ഓക്കെ, നിങ്ങൾക്കൊരു മിനിമം ഒരു 5K to up to 1 lakh വരെ നിങ്ങൾക്ക് ഉണ്ടാക്കുക ചെയ്യുന്ന ഓരോ വർക്കിനും. ഓക്കെ, സോ അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ UPയിലോട്ടേക്കോ ബാങ്കിലോട്ടേക്കോ എയിലോട്ടേക്കോ വെച്ചാൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഞാനായിരിക്കും ഇതിന് പേഴ്സണലായിട്ട് ലൈക്ക് ഒരു നിൽക്കുക. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ നമ്പറായിരിക്കും താഴെ കൊടുത്തിട്ടുണ്ടാവുക. സോ അതിൽ കയറി കോൺടാക്റ്റ് ആക്കാം. ഓക്കെ, സ്കീം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആ ഒരു ടോപ്പിക്കിലോട്ട് വന്നിട്ടാണ്. ഇതെന്തിനായിരുന്നു ആക്ച്വലി വെച്ചാൽ നിങ്ങളെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, സോ നിങ്ങൾക്കറിയായിരിക്കും, അതായത് ഇപ്പം ഒരു സ്റ്റുഡൻറ്റ്, നിങ്ങളിപ്പോൾ ഒരു +2 പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അറിയായിരിക്കും, നമ്മൾ +2 പഠിച്ചു കഴിഞ്ഞപാട് നമ്മൾ +2 ലൈക്ക് നമ്മൾ നമ്പറിലോട്ടേക്കെല്ലാം കുറച്ച് ഏജൻസീസ് നിങ്ങൾക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് ലൈക്ക് നിങ്ങളെ കോൺടാക്റ്റ് ആക്കുന്നുണ്ടാവും. അവർ പറയും നിങ്ങൾക്ക് ഏത് കോളേജാണെങ്കിൽ നമ്മൾ സെറ്റാക്കി തരാം, നിങ്ങൾക്ക് ഏത് കരിയർ ഗൈഡൻസ്, അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സ് നിനക്ക് അനുസരിച്ച് കോഴ്സൊക്കെ നമ്മൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കുറേ ഏജൻസീസും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് ആക്ച്വലി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യുമ്പം നിങ്ങളുടെ നമ്പർ ഈ ഏജൻസിക്ക് സെല്ലാക്കും. ഓക്കെ, അത് നിങ്ങളുടെ നമ്പർ മീൻസ് ആടുള്ള സ്റ്റുഡൻസിൻ്റെ നമ്പർ. ഓക്കെ, സോ അവർ വഴി നിങ്ങൾ കോളേജ് കയറുമ്പം അവർക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ലൊരു എമൗണ്ട്, ഹ്യൂജ് ആയിട്ടുള്ള നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ല. പലരും ലൈക്ക് കോളേജ് കയറുന്നു, അത്ര തന്നെ, വേറെ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ നാട്ടിലെ ചങ്ങായിമാർ, അതായത് ഇപ്പം നിങ്ങൾ +2 പഠിക്കുന്ന ചങ്ങായാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ +2 പഠിക്കുന്ന ചങ്ങായാണെങ്കിൽ നിങ്ങളെന്തായാലും ചങ്ങായിമാരൊക്കെ ഇപ്പം കേരളത്തിൽ നിന്ന് കുറച്ച് നല്ല ഇപ്പം കൊച്ചി പഠിക്കാൻ പോകുന്നവർ, പുറത്ത് മാംഗ്ലൂർ പഠിക്കാൻ പോകുന്നവർ, ബാംഗ്ലൂർ, അത് കണക്കെ തന്നെ ചെന്നൈ, അങ്ങനത്തെ പുറത്ത് പഠിക്കാൻ പോകുന്ന ചങ്ങായിമാരുണ്ടെങ്കിൽ, +2 കഴിഞ്ഞ ചങ്ങായിമാരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളടുത്തേക്ക് ഇതാക്കാൻ നോക്കുക. കാരണം അവരുടെ അഡ്മിഷന് നമ്മൾ ത്രൂ വഴി കയറ്റുകയാണെങ്കിൽ, അതായത് അവർ പുറത്ത് പഠിക്കാൻ പോകുന്ന നമ്മൾ ത്രൂ വഴി കയറ്റുകയാണെങ്കിൽ, അവരെടുക്കുന്ന കോഴ്സും അവരെടുക്കുന്ന കോളേജും അനുസരിച്ചിട്ട് ലൈക്ക് ആ ഒരൊറ്റൊരു അഡ്മിഷന് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതായത് എക്സാമ്പിൾ ഇപ്പോൾ ഏത് കോഴ്സ് ആവട്ടെ, ഒരു എക്സാമ്പിൾ ഇപ്പം പറയാനാണെങ്കിൽ ഏതൊരു മെഡിക്കൽ കോഴ്സ്, ആ ഒരു മെഡിക്കൽ കോഴ്സിന് പുള്ളിക്കാരൻ കയറിയാൽ നിങ്ങൾക്ക് 25,000 കിട്ടും. ലൈക്ക് ഞാനൊരു എമൗണ്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നേ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 8K to 1,00,000 ഏതൊരു എമൗണ്ട് ആവും, അത് അപ് ടു കോളേജ് അതേ കണക്ക് തന്നെ കോഴ്സ് അനുസരിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ +2 പഠിക്കുന്ന ചെങ്ങയാണെങ്കിൽ, ലൈക്ക് +2 പഠിച്ച് കഴിഞ്ഞ് ഇപ്പം എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ചെങ്ങായി ആണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ എന്തായാലും പുറത്ത് പോകാൻ നിൽക്കുന്നതായിരിക്കും. സോ അവരുടെ ലൈക്ക് അവർക്ക് ഏത് കോഴ്സ് വേണം, ലൈക്ക് ഏത് കോളേജ് ആയാലും നമ്മളെടുത്തുണ്ട്. ഓക്കെ, സോ ഏത് കോഴ്സ് വേണം, ഏത് കോളേജ് വേണം നിങ്ങൾ മുട്ടിച്ചെന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇത്ര ഒരു എമൗണ്ട്
തരുന്നതായിരിക്കും. ഓക്കെ, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലൈക്ക് ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ചില ആൾക്ക് ഇപ്പം ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, പലർക്കും അറിയില്ല. പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഈ നമ്പറിൽ വിളിച്ച് ചങ്ങായിൻ്റെ ഏതെങ്കിലും ഏജൻസിയോട് കയറും. അവരെ എമൗണ്ടോ കാര്യങ്ങളോ കമ്മീഷനിലേക്ക് ഈ ഒരു സർവീസ് ഫീയോ കോളേജ് കൊടുക്കുന്ന ഒരു എമൗണ്ടോ കാര്യങ്ങളോ ഇവർക്ക് കൊടുക്കില്ല. അതായത് ഒരു അഡ്മിഷൻ കോളേജിന് കിട്ടുകയാണെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് സർവീസ് ചാർജായിട്ട് കൊടുക്കുന്നതായിരിക്കും അഡ്മിഷൻ കയറ്റി ആക്കി. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു സംഭവം കാര്യങ്ങളോ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളെ വർക്ക് എന്താ ഇതിൽ വരുന്നത് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലസ് 2 പഠിച്ചിറങ്ങിയ കുട്ടിയാവട്ടെ, പ്ലസ് 2 കറൻ്റ് ഇല്ല കുട്ടികളാവട്ടെ, ഓർ അത് കഴിഞ്ഞ ആളുകളാവട്ടെ, അതായത് ലൈക്ക് ഈ വീഡിയോസ് കാണുന്ന ഏത് ഏജിലായ ആളായാലും ജസ്റ്റ് 18+ ആയാലും മതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ നാട്ടിൽ പ്ലസ് 2 കഴിഞ്ഞിട്ട് ഈ ഇപ്പാണ് ടൈം പീരീഡ്, ഇപ്പം നിങ്ങളെ വർക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എഫേർട്ട് അധികം ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര മാക്സിമം അഡ്മിഷൻസ് കയറ്റാൻ നോക്കുന്നുണ്ടോ അത്ര മാക്സിമം അഡ്മിഷൻ കയറ്റുന്നത് നല്ലതാണ്. അതായത് നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ചങ്ങായി പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ചെക്കന് ഇപ്പം ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യപ്പെടുന്നത് ഈ കോളേജിൽ കോഴ്സ് വേണമെന്ന് പറയുക. സോ നിങ്ങൾ എൻ്റെ അടിയിലെ നമ്പറിൽ മെസ്സേജ് അയക്കുക, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, സോ ചങ്ങായി കോഴ്സും കാര്യങ്ങളൊക്കെ കോളേജിൽ കോഴ്സ് ഫീയും കാര്യങ്ങളൊക്കെ അടിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചിലപ്പോൾ ഒരു 2 months ഫസ്റ്റ് സെമ്മിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ആ ഒരു നിങ്ങളെ ചെങ്ങായി കയറിയ എമൗണ്ട് നിങ്ങൾ കമ്മീഷൻ ആ ഒരു സർവീസ് ഫീ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചുമ്മാ നമ്മൾ ഈ ചെങ്ങായിന് ഇടുക, നമ്മളെ കോളേജ് കയറ്റിയിട്ട് പിന്നെ വിടും, കമ്മീഷൻ കൊടുത്തിട്ട് വിടും. അങ്ങനെയല്ല, പുള്ളിക്കാരൻ ആ കോളേജിൽ എന്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫുള്ള് നോക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇതൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു സംഭവമാണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിലാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞ കണക്കെ തന്നെയാണ് നിങ്ങൾ മാക്സിമം സ്റ്റുഡൻസിന്, അതായത് പ്ലസ് 2 കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിനെ മാക്സിമം തപ്പം. മേ ബി ഇത് ഭയങ്കര വിയേർഡായിട്ട് സൗണ്ട് ലൈക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിലില്ലേ ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ കോളേജിൽ വേണ്ടത് ഈ സംഭവമാണ്. ഓക്കെ, ആ സംഭവം വേണമെങ്കിൽ അത്രയും വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആവട്ടെ, പല ആൾക്കും അറിയാമായിരിക്കും ഒരു സ്കീം. ഓക്കെ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആവട്ടെ, നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്മിഷൻസ് നമുക്ക് ലൈക്ക് അഡ്മിഷൻസ് കയറ്റിയിട്ട് എമൗണ്ട് ആക്കുന്നുണ്ടെങ്കിൽ അത് കോളേജിൽ സ്റ്റുഡൻ്റായിട്ട് നിങ്ങൾ പുറക്കാരുടെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത്രയും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻറ്റ്, നിങ്ങൾക്കൊരു 10 സ്റ്റുഡൻസിന് കിട്ടി ഇന്ന കോഴ്സിലോട്ടേക്ക്. ഓക്കെ, സോ ആ ഒരു 10 സ്റ്റുഡൻസിൻ്റെ വെച്ചിട്ട് ഇപ്പോൾ ഒരു കോഴ്സ് അനുസരിച്ചിട്ടായിരിക്കും ലൈക്ക് ഓരോ കോഴ്സ് ഒരു കോളേജ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കമ്മീഷൻ. അതായത് നിങ്ങളിപ്പം എൻ്റെ അണ്ടറിൽ വേറെ സ്റ്റുഡൻസിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 10 സ്റ്റുഡൻസ് വന്ന് 10 സ്റ്റുഡൻസിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 35,000 കിട്ടുന്നൊരു ലൈക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ആ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ആക്കി 35,000 കിട്ടുന്നൊരു കോഴ്സാണ്. അതായത് സർവീസ് ഫീ ആയിട്ട് 35,000 കിട്ടും. അതൊരു 10 സ്റ്റുഡൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് 3.5 ലക്ഷം രൂപയായി ഗൈസ്. സോ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പം കറൻ്റ്ലി ഈ നിങ്ങളിപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നില്ല ഓൺലൈനിൽ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, എങ്ങനെ ഇതാക്കാം എന്നുള്ള സെർച്ച് ചെയ്യുന്നതിൽ ഏറ്റവും ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ചെയ്യാൻ തുടങ്ങാം. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ഉണ്ടോ, ലൈക്ക് പുറത്ത് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് ചെന്നൈ ആയാലും ബാംഗ്ലൂർ ഞാൻ എല്ലാ PDF കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചുതരും. നിങ്ങളെല്ലാ ഡൗട്ട് റിംഗ് ലൈറ്റ് താഴെ വേണം, സോറി. പുറത്ത് പോകുന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പുറത്ത് പോകുന്ന സ്റ്റുഡൻറ്റ്, ഒരു ബാംഗ്ലൂർ പോകുന്ന സ്റ്റുഡൻറ്റ് ഉണ്ടെങ്കിൽ ഓനക്ക് ഏത് കോളേജാണ് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഓനോട് പറയാം നീ എൻ്റെ ത്രൂ കയറിയാൽ ഞാൻ എനിക്ക് ഇത്ര ഒരു എമൗണ്ട് തരാം. അതായത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു എമൗണ്ട് ഇല്ലേ, അതിൽ നിന്ന് നിങ്ങളുടെ ഒരു കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നിങ്ങളൊരു കമ്മീഷൻ എടുത്തിട്ട് നിങ്ങൾ ഓൻ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സോ നല്ലൊരു സ്കീമാണ്. സോ നാളെ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. കോൺടാക്റ്റ് ചെയ്യേണ്ട സംഭവം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു 3-4 മാസം മാക്സിമം വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ചെയ്തതിൽ ഏറ്റവും ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. ഓക്കെ.